എറിക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 5 months ബിഫോറാണ്, ലാസ്റ്റ് ഡിസംബർ ആയി. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടൊരു ജെന്റിൽമാൻ ആണ്. അപ്പോൾ ആൾക്ക് നമുക്ക് മെഷർമെൻറ്റ്സ്, കൺസൾട്ടേഷൻ, എവറിത്തിങ് വാസ് ഓൺലൈൻ. എല്ലാ കാര്യം കാനഡയിൽ നിന്നാണ് ആൾ ബേസിക്കലി. അപ്പോൾ വെഡിങ്ങിൻ്റെ ഏകദേശം ഒരു 2 weeks or 1 week ബിഫോറാണ് വരുന്നത് നന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആകെ ആളുടെ ആവശ്യമായി പറഞ്ഞത് സൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വിൻസ്റ്റഗ്രയുടെ കുറച്ച് ഗ്രീനിഷ് ആയിട്ട് ഒരു കളർ ഉണ്ടായിരുന്നു. അത് പെർട്ടിക്കുലറായിട്ട് ആൾക്ക് താല്പര്യമുണ്ട്, എങ്ങനെ ഉണ്ടാവും, ആൾക്ക് ഭംഗി ഉണ്ടാവുമോ, കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചത് കുറച്ചുകൂടിയും അതിൻ്റെ തന്നെ ആ പറഞ്ഞ ഷെയ്ഡിൻ്റെ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആളുടെ സ്കിൻ ടോൺ അനുസരിച്ച് കാണുന്ന സമയത്ത് കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഡാർക്ക് കളറാണ് നമ്മൾ ചൂസ് ചെയ്ത് അതിന് നമ്മൾ കുറച്ചുകൂടി അപ്പർ ബോഡിക്ക് കൂടുതൽ എംഫസിസും കാര്യങ്ങളും കിട്ടുന്ന രീതിയിലാണ് കംപ്ലീറ്റ്ലി സ്റ്റൈലിങ്ങും കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇവിടെ HSM മെറ്റീരിയലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിന് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഗ്രൂമിൻ്റെ ഫേസ് കാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റൈലിങ് ചെയ്തിരിക്കുന്നത്. അത് സ്പെക്സ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, വാട്ട് എവർ എല്ലാ സംഭവങ്ങളും നമുക്ക് ഒരു പാർട്ട് വേറൊരു പാർട്ടിനെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും നമ്മുടെ എംഫസിസിൽ നമ്മൾ എങ്ങോട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ആ രീതിയിലേക്ക് കറക്റ്റായിട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റൈലിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻഗേജ്മെൻറ്റിന് ആൾക്കൊരു ക്ലാസി ആയിട്ടുള്ള ഒരു ഷെർവാണി വേണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത ഷെയ്ഡാണ് വളരെ ക്ലാസിക് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഐവറി കോമ്പിനേഷൻ. അപ്പോൾ അതിലെ എംബ്രോയിഡറി കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഓവറായിട്ടുള്ള എംബ്രോയിഡറിയുടെ ആൾക്ക് താല്പര്യമില്ല, നമുക്ക് സജസ്റ്റിനോട് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് എന്നാൽ നമുക്ക് കാണുന്ന സമയത്ത് വളരെ ഇൻറ്റൻഷനലായിട്ട് ഫീൽ ചെയ്യും വേണം. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്താണ് ഒരു ബൊട്ടാനിക്കൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വൈൻ ആൻഡ് ബഡ്സിൻ്റെ ഗോൾഡൻ എംബ്രോയിഡറി നമുക്ക് സ്ലീവ്സിലും കോളേഴ്സിൻ്റെ എൻസിലും മാത്രമായിട്ട് കൊടുക്കാം. പിന്നീട് കുറച്ചുകൂടി ബോഡിയുടെ ആ ബൈലാറ്ററൽ സിമെട്രിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമ്പീരിയൽ ആയിട്ടുള്ള ഗോൾഡൻ കളർ ബട്ടൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രയൽസിൻ്റെ സമയത്തൊള്ള വിഷ്വൽസാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ആൾ വളരെ ഹാപ്പിയാണ്. പിന്നെ ആൾക്ക് മൊത്തത്തിലൊരു റെട്രോ വൈബ് ഉണ്ട്. ആളുടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ബോഡി പോസ്ചറും ആ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള നേച്ചറൊക്കെ മൊത്തത്തിലൊരു റെട്രോ വൈബ് ഓൾറെഡി തരുന്നുണ്ട്. അപ്പോൾ വാർഡ്രോബ് ക്യൂറേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് വെഡിങ്ങിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് ഓൾഡ് മണി എസ്തെറ്റിക്സിൽ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ പെയർ ചെയ്തിരുന്നതും ലിനൻ നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് ഷർട്ട്സും അതേപോലെ തന്നെ കുറച്ച് സിന്തറ്റിക് പ്ലസ് ലിനനിൽ തന്നെ ചെയ്തിരിക്കുന്ന കുറച്ച് ട്രൗസേഴ്സൊക്കെയാണ്. അതൊരു ഓൾഡ് മണി കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. വി വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് എറിക്.